ഹലോ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു ബ്രൈഡൽ ഹെയർ ബ്രൂച്ചാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. ആകെ 4 ടൈപ്പ് ബീഡ്സാണ് നമ്മളിതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം ഹെവി ആയിട്ടുള്ളൊരു ബ്രൂച്ചാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് കണ്ടില്ലേ, അത്യാവശ്യം ലെങ്ത്തും ഉണ്ട് വീതിയും ഉണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മെറ്റീരിയൽസിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയണ്ടേ, എവിടെ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്, എത്ര രൂപയായി എന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണ്ടേ. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ നോക്കുക, സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക കേട്ടോ. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഇത്രയും മെറ്റീരിയൽസാണ് കേട്ടോ വേണ്ടത്. 4 ടൈപ്പ് ബീഡ്സ്, പിന്നെ 2 ടൈപ്പ് ഗിയർ വയറുകളാണ്. ഒന്ന് 3mm ഒന്ന് 5mm ആണ്. 5 ഇല്ലെങ്കിൽ 4 ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഒരു 3mmൻ്റെ ഗിയർ വയർ എടുക്കുക, എന്നിട്ട് അത്യാവശ്യം ലെങ്ത്തിലെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. നല്ല ലെങ്ത്ത് ഇരുന്നോട്ടെ, നമ്മളുടെ ഇത്രയും ബീഡ്സ് വെച്ചിട്ടുള്ള പാർട്ടുകളൊക്കെ ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ അതേ നമ്മൾ ഫസ്റ്റ് എടുത്തിട്ടുള്ളത് ഈ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ബീഡാണ്. അത് നമുക്കിതുപോലെ ഓപ്പൺ ആക്കാൻ പറ്റും. അപ്പം 3 ലെയർ വന്നിട്ടുള്ള വലിയൊരു ബീഡാണ് കേട്ടോ അത്. അപ്പോൾ ഇതിൽ നമുക്ക് ഈ ഒരു വലിയ ബീഡ് വേണ്ട, അതിന് പകരം 2 സൈഡിലായിട്ട് വെച്ചിട്ടുള്ള ഈ ഒരു കുഞ്ഞു ബീഡ്സാണ് നമുക്ക് ഈ ഒരു പാർട്ട് ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. അടുത്തത് വേണ്ടത് ഈ ഒരു ബീഡ്സാണ്. ഇതിന് ഷുഗർ ബീഡ്സ് എന്ന് പറയും. ഇത് വന്നിട്ട് ഒരു സിൽവർ കളറാണ്, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഈ ഒരു ബീഡും ആ ഒരു ഫ്ലവർ ബീഡ് വെച്ചിട്ടാണ് നമ്മൾ പാർട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് 3mmൻ്റെ ഗിയർ വയർ എടുക്കുക, എന്നിട്ട് അതിൽ ഈ ഒരു ഷുഗർ ബീഡ് കോർത്ത് കൊടുക്കുക, എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു ഫ്ലവർ ബീഡ് കോർത്ത് കൊടുക്കുക, എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു ഗോൾഡൻ കളറിലുള്ള ബീഡ്സ് കോർത്ത് കൊടുക്കുക. ഞാൻ അടുത്ത് വെച്ച് കാണിച്ചു തരാം. കണ്ടില്ലേ, ഒരു കുഞ്ഞു ടൈപ്പ് ബീഡ്സ് ആണ്, നല്ല ക്വാളിറ്റി ബീഡ്സ് ആണ് കേട്ടോ. അങ്ങനെ കളറൊന്നും പോകാത്ത ടൈപ്പ് ബീഡ്സ് ആണ്. അപ്പം അതും കോർത്തതിന് ശേഷം ഈ ഒരു ഫ്ലവർ ബീഡിൻ്റെ ഉള്ളിലൂടെ മാത്രം നമ്മളത് കോർത്ത് കൊടുക്കുക, ഒരു കമ്പി. എന്നിട്ട് നന്നായിട്ട് പിരിച്ചു കൊടുക്കുക. നല്ല ഭംഗിയിൽ വേണം പിരിച്ചു കൊടുക്കാനായിട്ട്. ഇനി നമ്മൾ ആ ഒരു ബാലൻസ് വരുന്ന കമ്പിയിൽ വീണ്ടും ആ ഒരു ഷുഗർ ബീഡ് കോർത്ത് കൊടുക്കുക, ഫ്ലവർ ബീഡ് കോർത്ത് കൊടുക്കുക, അതിൻ്റെ മുകളിലായിട്ട് ആ ഒരു ഗോൾഡൻ ബീഡ് കോർത്ത് കൊടുക്കുക. എന്നിട്ട് ആ ഒരു ഫ്ലവർ ബീഡിൻ്റെ ഉള്ളിലൂടെ മാത്രം നമ്മുടെ ആ ഒരു കമ്പി കോർത്തതിന് ശേഷം നന്നായിട്ട് പിരിച്ചു കൊടുക്കുക. അടുത്തത് നമ്മൾ ആ ഒരു ബാലൻസ് വരുന്ന കമ്പിയിൽ വീണ്ടും ഇതേപോലെ തന്നെ ഷുഗർ ബീഡ്, ഫ്ലവർ ബീഡ്, അത് കഴിഞ്ഞിട്ട് ഗോൾഡൻ ബീഡും കൂടെ കോർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ പിരിച്ച് കൊടുക്കുക. അങ്ങനെ 3 ഫ്ലവേഴ്സ് വെച്ചിട്ടുള്ള പാർട്ടാണ് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞ് ആ ലാസ്റ്റ് കാണുന്ന 2 കമ്പിയും കൂടെ ഒന്ന് പിരിച്ച് കൊടുക്കുക. നന്നായിട്ട് പിരിച്ചതിന് ശേഷം ബാലൻസ് വരുന്ന ആ ഒരു കമ്പി കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ നമ്മളുടെ ഈ ഒരു പാർട്ട് ഫ്ലവർ ബീഡ്സ് വെച്ചിട്ടുള്ള ഫസ്റ്റത്തെ പാർട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാർട്ടാണ് നമ്മളുടെ ഈ ഒരു ബ്രൂച്ചിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു പാർട്ടിൻ്റെ പോലെ ഒരുപാടെണ്ണം ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചതാണ്, കണ്ടില്ലേ, ഇഷ്ടം പോലെ ഉണ്ട്. ഇനി നമ്മളുടെ സെക്കൻഡ് പാർട്ട് ഉണ്ടാക്കുന്നത് ഈ ഒരു കുഞ്ഞു ബീഡ്സ് വെച്ചിട്ടാണ് കേട്ടോ. ഈ ഒരു കുഞ്ഞു ബീഡ്സ് 3mmൻ്റെ ഗിയർ വയറിൽ ഇങ്ങനെ കോർത്ത് കൊടുക്കുക. ഫസ്റ്റ് നമ്മൾ 3 ബീഡ്സ് വരിയായിട്ട് കോർത്ത് കൊടുക്കുക, എന്നിട്ട് നന്നായിട്ട് പിരിച്ചു കൊടുക്കുക. നല്ല ഭംഗിയിൽ വേണം പിരിച്ചു കൊടുക്കാനായിട്ട്. ഇനി നമ്മൾ ആ ഒരു ബാലൻസ് വരുന്ന കമ്പിയിൽ വീണ്ടും ഒരു 3 ബീഡ്സ് വരിയായിട്ട് കോർത്ത് കൊടുക്കുക, എന്നിട്ട് നന്നായിട്ട് പിരിച്ചു കൊടുക്കുക കേട്ടോ. നല്ല ഭംഗിയിൽ വേണം പിരിച്ചു കൊടുക്കാനായിട്ട്. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ബാലൻസ് വരുന്ന ആ ഒരു കമ്പിയിൽ വീണ്ടും ഒരു 3 ബീഡ്സ് കോർത്ത് കൊടുക്കുക, എന്നിട്ട് അതും നല്ല ഭംഗിയിൽ പിരിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ബ്രൂച്ചിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് അതിൻ്റെ കമ്പിയാണ് കേട്ടോ. നമ്മളിത് വെച്ചിട്ട് പിരിച്ചു കൊടുക്കില്ലേ, ആ ഒരു കമ്പിയിലാണ് അതിൻ്റെ ഒരു ഭംഗി നിൽക്കുന്നത്. അപ്പോൾ എത്രത്തോളം ഭംഗിയിൽ നമ്മൾ ആ ഒരു കമ്പി പിരിച്ചു കൊടുക്കുന്നോ അത്രയും നമ്മളുടെ ബ്രൂച്ച് കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും. ഇനി അതിൻ്റെ ബാലൻസ് വരുന്ന കമ്പിയിൽ ഒരു 3 ബീഡ്സും കൂടെ ഇതുപോലെ വരിയായിട്ട് കോർക്കുക, എന്നിട്ട് നന്നായിട്ട് പിരിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു സൈഡിൽ 2 അപ്പുറത്തെ സൈഡിൽ 2 വരുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു പാർട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു പാർട്ടുകളെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത് 3mmൻ്റെ ഗിയർ വയറിലാണ്. അപ്പോൾ ഞാനിതിൽ എത്രയാണോ സൈസ് പറയുന്നത് ആ ഒരു സൈസിൻ്റെ ഗിയർ വയർ തന്നെ നിങ്ങൾ എടുക്കാൻ നോക്കുക, എന്നാലുള്ളൂ നമ്മൾ വിചാരിച്ച രീതിയിലുള്ള ബ്രൂച്ച് കിട്ടുള്ളൂ. അപ്പോൾ അതേ നമ്മളുടെ സെക്കൻഡ് പാർട്ട് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഒരു സൈഡിൽ 2 ഓപ്പോസിറ്റ് സൈഡിൽ 2 വരുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു പാർട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പാർട്ടിൻ്റെ പോലെ ഒരുപാടെണ്ണം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ, ഓൾറെഡി ഉണ്ടാക്കി വെച്ചതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ബ്രൂച്ച് ഉണ്ടാക്കാനായിട്ട് ഈ ഒരു 2 ടൈപ്പ്
പാർട്സാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഈ ഒരു വലിയ ബീഡുമാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഒരു ബ്രൂച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് നമുക്ക് ഈ ഒരു ഗിയർ വയറാണ് വേണ്ടത്. 5 ആയാലും കുഴപ്പമില്ല, 4 ആയാലും കുഴപ്പമില്ല കേട്ടോ. അത് അത്യാവശ്യം ലെങ്ത്തിലെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ അറ്റം പിടിച്ചിട്ട് വളച്ചു കൊടുത്തിട്ട് നന്നായിട്ട് പിരിച്ച് കൊടുക്കുക. കണ്ടില്ലേ, ഇതുപോലെ പിരിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഓരോ പാർട്ടുകളും ഈ ഒരു കമ്പിയിൽ പിരിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഒരു ഗോൾഡൻ പാർട്ടാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് അമർത്തി പിടിക്കുക കേട്ടോ. നല്ല ടൈറ്റായിട്ട് വിരൽ വെച്ചിട്ട് ടൈറ്റായി പിടിച്ചിട്ട് വേണം നമ്മൾ പിരിച്ചു കൊടുക്കാനായിട്ട്. ഇനി അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ആ ഒരു ഫ്ലവർ ബീഡിൻ്റെ പാർട്ട് വെച്ച് കൊടുക്കുക. സൈഡിലായിട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് അതും നന്നായിട്ട് പിരിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ഫ്ലവർ ബീഡും കൂടെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതും നന്നായിട്ട് പിരിച്ചു കൊടുക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ആ ഒരു വലിയ സിംഗിൾ ബീഡ് കോർത്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും ആ ഒരു ഗോൾഡൻ ബീഡ് 2 സൈഡിലും വെച്ചിട്ട് പിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഓരോ പാർട്ടുകളും മാറി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഒരു മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഫസ്റ്റ് വന്നിട്ട് ആ ഒരു ഫ്ലവർ ബീഡ് എന്ന് പറയുന്നത് വലിയ ബോളായിട്ടാണ് വരുന്നത്. ഓൺലൈനായിട്ടും വാങ്ങാൻ കിട്ടും. ഓൺലൈനായിട്ടാണെങ്കിൽ 300, 200 അങ്ങനെയൊക്കെയാണ് റേറ്റ് വരുന്നത്. 100 പീസിന് 300 ഒക്കെയാണ് റേറ്റ് വരുന്നത്. പിന്നെ ഈ ഒരു മെറ്റീരിയൽസ് നമുക്ക് ബട്ടൺ ഹൗസ്, ക്രാഫ്റ്റ് ഷോപ്പ് അങ്ങനെയുള്ള ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും. അപ്പോൾ റീറ്റെയിലായിട്ട് നമ്മൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത്ര തന്നെ റേറ്റ് വരില്ല. ഓൺലൈനായിട്ടാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം റേറ്റ് ഉണ്ട്. ഡബിൾ റേറ്റാണ് നമ്മളതിൽ കൊടുക്കേണ്ടി വരിക. അപ്പോൾ കഴിയുന്നതും ബട്ടൺ ഹൗസിലും ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഒരുപാട് വെറൈറ്റി കളേഴ്സും വെറൈറ്റി ബീഡ്സും പല സൈസിലായിട്ടുള്ള ബീഡ്സുകൾ നമുക്ക് കിട്ടും. നല്ല ക്വാളിറ്റി ബീഡ്സൊക്കെയാണ് കേട്ടോ. അങ്ങനെ നിറം പോകുന്ന ടൈപ്പ് അല്ല. പിന്നെ ബീഡ്സ് സെലക്ട് ആക്കുമ്പോൾ നല്ല ക്വാളിറ്റി ബീഡ്സൊക്കെ നോക്കിയിട്ട് എടുക്കാൻ നോക്കുക. തൊലി പോകുന്ന ടൈപ്പ് ബീഡ്സ് ഉണ്ട്, അത് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. അപ്പോൾ അങ്ങനെയുള്ളത് എടുക്കാതിരിക്കുകയാണ് നല്ലത്. പിന്നെ ഇതുപോലെയുള്ള ക്വാളിറ്റി ബീഡ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വർഷം നമുക്ക് നല്ല രീതിയിൽ നമുക്കത് യൂസ് ചെയ്യാം. പിന്നെ ഇതുപോലത്തെ നല്ല ക്വാളിറ്റി ബീഡ്സുകൾ നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. ബട്ടൺ ഹൗസ്, ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും. നല്ല ക്വാളിറ്റി ഉള്ളതാണ്. 10 ഗ്രാമിന് 10 രൂപ വെച്ചിട്ടൊക്കെ വാങ്ങാൻ കിട്ടും. പിന്നെ ബീഡ്സിൻ്റെ ക്വാളിറ്റി നമ്മൾ തിരഞ്ഞെടുക്കുന്നതിലാണ്. അപ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ നല്ല ബീഡ്സ് തന്നെ എടുക്കാൻ നോക്കുക. പിന്നെ ഇതിൽ കാണിക്കുന്ന ഈ ഒരു ഗോൾഡൻ കളറിലുള്ള വലിയതും ചെറുതുമായിട്ടുള്ള ബീഡ്സ് അതിനും റേറ്റ് കുറവാണ്. 10 ഗ്രാമിന് 10 രൂപ വെച്ചിട്ട് വാങ്ങാൻ കിട്ടും. പിന്നെ ഹോൾസെയിൽ റേറ്റിന് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാലയ്ക്ക് 5 രൂപ 6 രൂപ അങ്ങനെയൊക്കെയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ ഹോൾസെയിൽ റേറ്റിന് വാങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. കുറച്ച് ഒരു മാല 2 മാലയായിട്ട് വാങ്ങുന്നതിനേക്കാളും കുറച്ചും കൂടെ നല്ലത് ബഞ്ചായിട്ട് വാങ്ങുന്നത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന ഈ ഒരു ബ്രൂച്ചസ് എങ്ങനെയൊക്കെ സെയിൽ ചെയ്യാമെന്നുള്ളത് പറഞ്ഞു തരാം. ഫസ്റ്റ് നമുക്ക് ഇൻസ്റ്റ വഴി സെയിലാക്കാം. ഓൺലൈനായിട്ട് ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ ഒരു പേജൊക്കെ തുടങ്ങിയിട്ട് വീഡിയോസും ഫോട്ടോസൊക്കെ അപ്ലോഡ് ആക്കി കഴിഞ്ഞാൽ ഒരുപാട് പേര് വാങ്ങും. ഇനിയിപ്പം ഒരുപാട് പേര് ഇല്ലെങ്കിലും 1-2 ആൾക്കാർ സ്ഥിരമായിട്ട് വാങ്ങാനുണ്ടെങ്കിൽ അതായാലും കുഴപ്പമില്ല. പിന്നെ നമുക്കിത് ഫാൻസി സ്റ്റോറിൽ സെയിലാക്കാം. ഫാൻസിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇത് സെയിലാക്കി തരും. ഇതുപോലെ ഹാൻഡ് മെയ്ഡ് പ്രൊഡക്ട്സിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരുപാട് ഷോപ്പുകളൊക്കെ ഉണ്ട്. ആ ഷോപ്പിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് സെയിലാക്കി തരും. അവർക്ക് എന്തെങ്കിലും ലാഭം കിട്ടുന്ന രീതിയിൽ നമ്മളിത് സെയിലാക്കി കഴിഞ്ഞാൽ ഒരുപാട് ബ്രൂച്ചസ് അവർ വിറ്റ് തരും. അപ്പോൾ ഇതേ നമ്മളുടെ ഫസ്റ്റത്തെ പാർട്ട് റെഡി ആയിട്ടുണ്ട്. ഞാനിത് 2 പാർട്ടായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒന്ന് ഇങ്ങനെയും രണ്ടാമത്തെ പാർട്ട് ഇങ്ങനെയും, രണ്ടും സെയിം ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് അങ്ങ് കെട്ടി കൊടുക്കണം. അങ്ങനെ നമുക്ക് വലിയൊരു ബ്രൂച്ചായിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ 2 പാർട്ടാക്കിയിട്ട് ഉണ്ടാക്കാം. അതല്ല ഒറ്റ ലൈനായിട്ട് ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ എനിക്കിഷ്ടം ഇതുപോലെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഞാനിത് 2 പാർട്ടായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ക്രോസിന് വെച്ചിട്ട് നല്ല വൃത്തിയിൽ നമ്മളത് കെട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു യു ഷേപ്പിലാണ് നമ്മുടെ ഈ ഒരു ബ്രൂച്ച് കിട്ടുക. അപ്പോൾ നമ്മളുടെ ആ ഒരു 2 കമ്പി നന്നായിട്ട് പിരിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വളച്ച് ആ ഒരു ബ്രൂച്ചസിൻ്റെ ഇടയിലൂടെ നമ്മൾ ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ വേണമെങ്കിലും പിരിച്ചു കൊടുക്കാം കേട്ടോ. നല്ല ഭംഗിയിൽ എങ്ങനെ വേണമെങ്കിലും പിരിച്ചു കൊടുക്കാം. അപ്പോൾ പിരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ബ്രൂച്ച് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഒരു യു ഷേപ്പിലാണ് നമ്മളുടെ ഈ ഒരു ബ്രൂച്ച് നിൽക്കുന്നത്. അടിപൊളിയാണ് ഇങ്ങനെ കാണാനായിട്ട്. അപ്പോൾ ഇതിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് ആ ഒരു കളർ കോമ്പിനേഷനാണ്. ഏതൊരു ബ്രൂച്ച് ആണെങ്കിലും നമ്മൾ സെലക്ട് ചെയ്യുന്ന കളറിലാണ് അതിൻ്റെ ഒരു ഭംഗി ഇരിക്കുന്നത്. ഈ ഒരു ഗോൾഡും ഓഫ് വൈറ്റും കൂടെ വരുമ്പോൾ അടിപൊളിയാവും നമ്മളുടെ ബ്രൂച്ച് കാണാനായിട്ട്.
ബ്രൈഡിനൊക്കെ ഇട്ട് കൊടുത്താൽ അടിപൊളിയാവും. അപ്പോൾ എല്ലാവരും ഈ ഒരു ബ്രൂച്ചസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ മറ്റു വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ചാനലിൽ ജസ്റ്റ് കയറി നോക്കുക. ഒരുപാട് വെറൈറ്റി ബീഡ്സ് വെച്ചിട്ടുള്ള ബ്രൂച്ചസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം എല്ലാവരും അതൊന്ന് കണ്ടു നോക്കണം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് എന്തുണ്ടെങ്കിലും ഇടാം. കഴിയുന്നത് എല്ലാ കമൻസിനും റിപ്ലൈ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ.